അതികുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഞണ്ട് തോരൻ്റെ വീഡിയോയാണ്. ഈ നല്ല വലിയ വലിപ്പമുള്ള ഞണ്ട്, നല്ല മാംസമുള്ള ഞണ്ടാണ്. സാധാരണ നമുക്ക് ചെറിയ ഞണ്ടാണ് കിട്ടുന്നത്. ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞണ്ടിൻ്റെ സീസണാണ്. ശരിക്കും നല്ല മാംസമുള്ള ഞണ്ടാണ്. അതുകൊണ്ട് ഇന്നൊരു നല്ല ഞണ്ട് തോരനാണ് വയ്ക്കുന്നത്. ഞണ്ട് തോരൻ വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. എണ്ണ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പം നമുക്കത് വോയിസ് ഓവർ കൊടുക്കുമ്പം നമുക്കത് അതിനനുസരിച്ച് സംസാരത്തിൽ ഒത്തിരി വ്യത്യാസം വരും. നമ്മൾ കൂടെ പറഞ്ഞു പോകുമ്പം അതിനും ഇതുമായിട്ട് വ്യത്യാസം വരും. അപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിൽ 2 ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. 2 ഉലുവ ഇട്ട് കൊടുത്തു. ഇനി വറ്റൽമുളക്, നല്ല മാംസമുള്ള വലിയ ഞണ്ട് കിട്ടുകയാണെങ്കിൽ അത് തോരൻ വെച്ചാലും നല്ലതാണ്, തീയൽ വെച്ചാലും നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഇനി നമുക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളി നല്ലതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും. ഇത് നമുക്ക് ആവശ്യമായ പൊടി കൂടി അതിലേക്ക് ചേർക്കാം. മഞ്ഞപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മസാലപ്പൊടി, നല്ലതുപോലെ ഇതിൻ്റെ പച്ചപ്പ് പോകാനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി അതിൽ ചേർക്കാനായിട്ട് ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്കിട്ട് നമുക്ക് ഇളക്കാം. തേങ്ങയും കൂടി അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ല ഒരു ഇതായതിന് ശേഷം നമുക്ക് ഞണ്ട് അതിലേക്കിട്ട് ഞണ്ടും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി അതും കൂടെ അതിലേക്ക് ഒന്ന് പുരട്ടി നല്ല ഒരു ഇതായി ഒരു 10 മിനിറ്റ് ഒന്ന് വെന്ത് ഇതാകുമ്പോൾ ഞണ്ട് തോരൻ നല്ല അടിപൊളിയായി ഞണ്ട് തോരൻ റെഡി. ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ട് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി അതെല്ലാത്തിലും പിടിക്കത്തക്ക രീതിക്ക് നമുക്ക് അതിലേക്ക് ഇളക്കി ചേർക്കണം. ഉണ്ടോ, വലിയ ഞണ്ട്, നല്ല മാംസമുള്ള ഞണ്ടാണ് കേട്ടോ. മാംസമുള്ള ഞണ്ടെന്ന് മാത്രമല്ല വലിയ ഞണ്ടുമായിരുന്നു. ഇത് നല്ല വിലയുമായി കാണും. മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇനി അത് നമുക്കുള്ളത് അരച്ച് അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ച് എന്നിട്ട് നമുക്ക് അടച്ചിടാം. അടച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോൾ നമ്മുടെ ഞണ്ട് തോരൻ റെഡി. ഇനി അടച്ചിടും. ഇപ്പം മൊത്തത്തിലൊക്കെ അരപ്പ് പിടിച്ച് വരാനുള്ള ഉണ്ടോ. ഇനി അടച്ചിടാം. ഇനി നല്ല തോരനാവും. തിളച്ച് തുടങ്ങി. ഇനി നമുക്കങ്ങ് ഒരടപ്പെടുത്ത് അടച്ചിടാം. കണ്ടോ, വെള്ളം വറ്റി. ഇനി ഒന്ന് ഇളക്കാം. ഞണ്ട് തോരനായി കഴിഞ്ഞു. ഇതെല്ലാം എൻ്റെ അമ്മയുടെ കൈപ്പുണ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അമ്മ വയ്ക്കുന്നത് കണ്ടാണ് എല്ലാം ഒരു പ്രാവശ്യം കൊണ്ട് കണ്ട് ഇങ്ങനെ അമ്മ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞണ്ട് തോരനായാലും കടമത്തോരനായാലും ഇതെല്ലാം അമ്മ വയ്ക്കുന്ന കണ്ടാണ്. വലിയ ഞണ്ട് കിട്ടുമെങ്കിൽ വയ്ക്കുന്നെങ്കിൽ ഇതേപോലെ തന്നെ നല്ല സൂപ്പർ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും വെച്ച് നല്ല അടിപൊളി തോരനായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്നത്. മോളെ കൊച്ചും മോൻ്റെ കൊച്ചും രണ്ടുപേരും
മാറിയും തിരിഞ്ഞും എടുത്തുകൊണ്ട് വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഞണ്ടായിരുന്നു. രണ്ടുപേരും നല്ലപോലെ കഴിച്ചു. നല്ലതമ്മാന്ന് രണ്ടുപേരും പറഞ്ഞു. ഞാനും കഴിച്ചു രാത്രി. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് അമർത്തിയിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ രാവിലെ ഉറക്കമുണ്ടെച്ചാണ് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് നിങ്ങൾക്കൊരു വല്ലാതെ തോന്നുന്നത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ. എൻ്റെ ഞണ്ട് മോരൻ്റെ അതായത് നല്ല സൂപ്പർ ഇത് കണ്ടോ നല്ല മാംസമൊക്കെ കണ്ടോ, ഇതുണ്ടോ എൻ്റെ ഒരു കാലൊക്കെ കണ്ടോ. കഴിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ഞണ്ട് വേണ്ട കഴിക്കണം. അപ്പം എൻ്റെ ഞണ്ട് മോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഇതിൻ്റെ ഒരു 2 കാലും ഇതും കൂടെ കടയിൽ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഇതിലെ വലിയൊര കടയിലൊക്കെ പോയി കഴിക്കാനുള്ള ഒരു കഴിച്ചിട്ടൊക്കെ വന്ന ആളുകൾ പറയുന്നൊക്കെ ആളുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ വില. അപ്പം ഇതാണ് എൻ്റെ സൂപ്പർ ഉണ്ടോ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഞണ്ട് തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓഫ് ചെയ്യാണ്. അപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടും. എനിക്ക് സുഖമില്ലായിരുന്നതിനാൽ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. എനിക്ക് തൈറോയിഡ് ഒത്തിരി കുറഞ്ഞു പോയി. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട്. തൈറോയിഡ് കുറഞ്ഞു പോയാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കൂടുന്നതിനേക്കാൾ കുറഞ്ഞാൽ ഏറ്റവും മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥ ഏതാവുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ. ആ അവസ്ഥയിലേക്ക് ഞാൻ പോയി. ട്രിപ്പൊക്കെ ഇട്ടു. അങ്ങനെ പല പ്രശ്നങ്ങൾ ആയി. ഞാൻ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ തരണം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇത്തിരി കൂടെയൊക്കെ ഒന്ന് ഇതാവാനുണ്ട്. വെള്ളമൊക്കെ ശരിക്ക് കുടിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും ഇതുണ്ടാവണം. ഞാൻ എൻ്റെ ഒരു മനോബലത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ദൈവമുണ്ട്. ആ ഒരു ഇതിൽ ഞാനിങ്ങനെ ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ബലത്തിലാണ് ഞാനിപ്പോൾ ആ ഒരു ഇതിലൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നു. വേറെ ഒന്നിനും ഒരു കുഴപ്പവും ഇല്ല എനിക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ടാറ്റാ ബൈ.